ചലച്ചിത്ര മേഖലയെ പിടിച്ചുകുലുക്കിയ ലൈംഗിക ആരോപണ കേസിലെ പരാതിക്കാരിയായ സ്ത്രീക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ബന്ധുവായ യുവതി രംഗത്ത് വന്നിരിക്കുന്നു. എന്താണ് പരാതി? ഇപ്പോൾ ഈ അലിഗേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. നമ്മുടെ ആക്ടേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്നത് മിനു മുനീറിനെതിരെയാണ് ഞാൻ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. അത് എൻ്റെ ഒരു കസിനാണ്, എൻ്റെ ഫസ്റ്റ് കസിൻ ആയിട്ടാണ് വരുന്നത്. അപ്പം എൻ്റെ ലൈഫിൽ 2014 ഞാൻ മൈനർ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ലൈഫിൽ നടന്നൊരു ഇൻസിഡന്റ് മൂലമാണ് ഞാൻ ഇപ്പോൾ ഒരു പെറ്റീഷനായിട്ട് മുന്നോട്ട് വന്നത്. 2014 ഞാൻ എൻ്റെ 10th എക്സാം കഴിഞ്ഞിട്ട് SSLC എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ആ ഒരു വെക്കേഷനിൽ ഫിലിമിൽ അഭിനയിപ്പിക്കാം, സിനിമയുടെ ഒരു ഓഡിഷന് വേണ്ടി മോള് എന്തായാലും നമുക്ക് അന്ന് ഈ പറയുന്ന പോലെ 16 വയസ്സ് എനിക്കുള്ളൂ. പക്ഷേ എങ്കിലും കാഴ്ചയിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ളൊരു കുട്ടിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ചെന്നൈയിൽ വന്ന് നമുക്കൊരു ഫിലിമിന് ഓഡിഷനൊക്കെ പോയി നോക്കാം, അത് കഴിഞ്ഞിട്ട് ഫിലിമിൽ കയറി രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ. ആ ടൈമിൽ ഏകദേശം ഒരു 6-7 മലയാളം സിനിമയും തമിഴ് സിനിമയൊക്കെ ചെയ്തിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നത്. അപ്പം അതിന്റെ ഒരു ബേസിലാണ് ഞങ്ങൾ ഇവിടുന്ന് മാറ്റുവയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്നത്. അപ്പോൾ ചെന്നൈയിൽ ചെന്നു. ഫസ്റ്റ് ദിവസം നോർമലായിട്ട് തന്നെ കടന്നുപോയി. നെക്സ്റ്റ് ഡേ എന്നോട് ഓഡിഷന് പോകാനാണെന്നും പറഞ്ഞ് എന്നെ ഒരുക്കി വീട്ടിൽ നിന്ന് കൊണ്ടുപോയി. അപ്പം ഞങ്ങൾ പോകുന്നത് പുള്ളിക്കാരുടെ തന്നെ കാറിലാണ്. പുള്ളിക്കാരിയാണ് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ചെന്നു, ഒരു ഹോട്ടൽ റൂമിലാണ് ചെന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ ആംബിയൻസും സിറ്റുവേഷനും ഒന്നും ഒരു ഓഡിഷൻ്റെതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. 5-6 ബോയ്സ് അല്ല, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ വന്നു. ഞാൻ ചെന്നപ്പോൾ തന്നെ ഒരു ഹെസിറ്റേഷനും കൂടാതെ എനിക്കൊരു പരിചയമില്ലാത്ത ആൾ വന്ന് എൻ്റെ മുഖത്തും മുടിയിലും തോളത്തൊക്കെ പിടിക്കാൻ തുടങ്ങി. മുഖത്തൊക്കെ തൊട്ടിട്ട് ഓക്കെ ആണെന്നുള്ള രീതിയിൽ തമിഴിൽ സംസാരിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. എനിക്ക് തിരിച്ചു പോകണം, വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. ആ സമയത്ത് അത്രയും നേരം ഭയങ്കര ചിരിച്ച് കളിച്ച് നിന്നിട്ട് ആ സമയത്ത് എന്നോട് ഭയങ്കര ദേഷ്യപ്പെട്ടത്, എന്നെ കാണിക്കുന്നത് ഇവിടെ നിൽക്കുക എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് എന്നെ വിഷമിപ്പിക്കുകയും ഭയങ്കരമായിട്ട് മോശമായിട്ട് വാക്കുകൾ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ആദ്യമായിട്ടല്ല, നിന്റെ ഈ പ്രായത്തിലുള്ള ഒരുപാട് പെൺകുട്ടികൾ ഞാൻ ഇങ്ങനെ ലൈഫ് രക്ഷിച്ചിട്ടുണ്ട്. നീ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഓർക്കണം, എന്റെ പുള്ളിക്കാരിക്ക് എന്റെ പ്രായത്തിലുള്ള മകളുണ്ട്, ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ലൈഫ് സെറ്റ് ആവും. ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല, നീ പേടിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞ് ഈ ഒരു മോശം പ്രവൃത്തി എന്നെ വളരെ വളരെ വലിയ രീതിയിൽ പുള്ളിക്കാരി എന്നെ അപ്പോൾ എതിർത്തപ്പോൾ എന്തായിരുന്നു പ്രതികരണം? ഞാൻ എതിർക്കാൻ ശ്രമിച്ചു. എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ കാരണം ഞാൻ പേടിച്ചു. കാരണം എനിക്കറിയാത്ത നാട്, എനിക്കറിയാത്ത ഭാഷ, എനിക്ക് എന്ത് ചെയ്യണം എന്നറിയണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അതിന് കൂട്ടാക്കിയില്ല. ഇപ്പൊ വീട്ടിൽ പോകാൻ പറ്റില്ല, നിന്നെ ഇവിടെ നിൽക്കുക, ഞാൻ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നും പറഞ്ഞ് അവിടെ പിടിച്ചെടുത്ത് നോക്കി. അപ്പൊ ഞാൻ ഒരുപാട് ബഹളവും വെച്ച് ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് തിരിച്ച് എന്നെ വീട്ടിൽ കൊണ്ടാക്കിയത്. ആ വരുന്ന അത്രയും നേരം വഴി വെച്ച് ഭയങ്കര ബഹളമായിരുന്നു. അതായത് എന്നെ കൊണ്ടുവന്ന് ഇത്രയും പുരുഷന്മാരുടെ ഇടയിൽ നിർത്തി അവരെ ഒരാളും എന്റെ അനുവാദം എന്റെ ശരീരത്തൊന്നും തൊടേണ്ട ആവശ്യമില്ല. ഞാൻ കണ്ടിട്ട് പോലില്ലാത്ത ആളോ എന്റെ മുടിയിലും മുഖത്തൊക്കെ പിടിച്ചിട്ട് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് പുള്ളിക്കാരി ഭയങ്കര ഞാൻ തട്ടി മാറ്റിയപ്പോഴാണ് പുള്ളിക്കാരി തന്നെ സ്വഭാവം പുറത്തു വന്നത്. അതായത് എനിക്ക് മനസ്സിലായി. നമുക്ക് കാര്യം 16 വയസ്സുള്ളെങ്കിൽ നമുക്കറിയാലോ, ഒരു ഓഡീഷൻ നമ്മുടെ ശരീരത്തിൽ ആർക്കും തൊടേണ്ട ആവശ്യമില്ല. അത് ശരിക്കും ഒരു വിൽപ്പന ചരക്കാക്കിയതാണെന്ന് നമുക്ക് അപ്പൊ തന്നെ മനസ്സിലായിരുന്നു. അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ട് പോകണം എന്നാണ് നമ്മൾ ശ്രമിച്ചത്. ഇല്ല, നമുക്ക് വീട്ടിലേക്ക് പോരാനായിട്ട് ഞാൻ നിർബന്ധിച്ചപ്പോഴാണ് എന്നെ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിൽ അണ്ണാനഗറിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ തിരിച്ച് ഫ്ളാറ്റിൽ വന്നു. അന്ന് രാത്രി തന്നെ ഞാൻ എന്റെ അമ്മയും കൂട്ടി തിരിച്ച് നാട്ടിലോട്ട് പോന്നു. ഇക്കാര്യം ഇപ്പോൾ പരാതിപ്പെടാൻ എന്താ കാര്യം? ഇത് സംഭവിക്കുന്ന സമയത്ത് എനിക്ക് 16 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്കിത് എന്ത് ചെയ്യണം, ആരോട് പറയണം എന്നറിയില്ല. പിന്നെ ഈ സ്ത്രീ അന്നും ഇന്നും ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്കിത് പുറത്ത് പറയാനായിട്ടൊരു ധൈര്യം ഇല്ലാതിരുന്നത്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നടക്കുന്ന പത്രസമ്മേളനവും കാര്യങ്ങളും ഹേമകപ്റ്റി റിപ്പോർട്ടൊക്കെ എനിക്ക് തോന്നി ഇപ്പോഴാണ് ഞാനിത് അറിയണം, പുറം ലോകം അറിയണം ഈ സ്ത്രീ എന്താണ്, സ്വന്തം വീട്ടിലുള്ള ബന്ധുവിനോട് ഇവരെന്താണ് ചെയ്തതെന്ന് പുറം ലോകം അറിയണം എന്ന് എനിക്ക് തോന്നലുണ്ടാവും. ഇപ്പൊ എന്റെ പ്രായം 16 അല്ല, എനിക്ക് 26 വയസ്സുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇത് പറയാൻ കാരണം. ഇപ്പോൾ എന്താ നടപടി എടുത്തിരിക്കുന്നത്? പരാതി കൊടുത്തത് പോലീസിനാണോ? ഞാൻ DGPക്കും കേരള CMനും തമിഴ്നാട് DGPക്കുമാണ് ഞാൻ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. മെയിൽ ത്രൂ ആണ് ഞാൻ പെറ്റീഷൻ കൊടുത്തത്. എനിക്ക് ഇന്നലെ നൈറ്റ് തന്നെ അതിന് റെസ്പോൺസ് എനിക്ക് കിട്ടി. ഇന്ന് എന്റെ മൊഴി എടുക്കാൻ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൂർവാധികം ശക്തിയോടെ തന്നെ ഞാൻ ഇതിന് മുന്നോട്ട് പോകാനാണ്. കാരണം ഇവർക്ക് ഒരു മാതൃകാപരമായ ശിക്ഷ കിട്ടണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പോലീസിൽ നിന്ന് കിട്ടിയ അറിയിപ്പ് എന്താ? ഇന്ന് ആര് മൊഴി എടുക്കാൻ വരുന്നതാണോ? പോലീസാണോ അതോ SIT ആണോ? SIT എടുക്കാൻ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവർ ഫിലിം ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്ത്രീയാണ്. ആ സമയത്തും ഇവര് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ SIT ആണ് മൊഴി എടുക്കാൻ വരുന്നതാണ് അറിയിച്ചിട്ടുള്ളത്.
ഇക്കാര്യം അന്ന് ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? എന്നാൽ എന്റെ അമ്മയ്ക്ക് അറിയായിരുന്നു, എനിക്കൊരു സഹോദരനുണ്ട്, സഹോദരൻ അറിയായിരുന്നു. അത്രയും പേർക്ക് അറിയത്തിണ്ടായിരുന്നു. നമ്മൾ പുറത്തേക്ക് പറഞ്ഞില്ല. കാരണം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാവി കാര്യങ്ങൾ, കാരണം പ്ലസ് ടു പോലും ആയിട്ടില്ല, 10th കഴിഞ്ഞ് വെക്കേഷനാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആരോടും പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെല്ലാവർക്കും അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അവരായിട്ടുള്ള യാതൊരു കോൺടാക്ട്സോ കാര്യങ്ങളൊന്നും നമ്മൾ കീപ്പ് ചെയ്തില്ല. പക്ഷെ എങ്കിലും 1.5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും സോറിയൊക്കെ പറഞ്ഞു വന്നു. പക്ഷെ ഞാൻ പിന്നീട് കോൺടാക്ട് ചെയ്യാൻ പോയിട്ടില്ല. ഈ 1.5 വർഷം കഴിഞ്ഞ് അവർ വീണ്ടും വന്നപ്പോൾ എന്താ പറഞ്ഞത്? 1.5 വർഷം കഴിഞ്ഞ് വന്നത് ചെന്നൈയിൽ നിൽക്കക്കള്ളി ഇല്ല, അവിടെ മൊത്തം പ്രശ്നങ്ങൾ. ഒരു ദിവസം എനിക്കൊന്ന് കിടക്കാനൊരു സ്ഥലം തരാമെന്ന് ചോദിച്ചിട്ടാണ് ആ സ്ത്രീ വന്നത്. കാരണം അവരുടെ മകള് ഇവിടെ മുട്ടത്ത് പഠിക്കുമായിരുന്നു. അപ്പൊ നമുക്ക് കൈവിട്ട് കളയാനായിട്ട് അമ്മ ഒരുപാട് പറഞ്ഞു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ രാത്രി ഒരു 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ വന്ന് പിന്നെ പിറ്റേ ദിവസം രാവിലെ 6 മണിയായപ്പോഴേ പോയത്. അത്ര നേരം തങ്ങിയിട്ടാ പോയത്. പരാതികളെല്ലാം പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് SIT മൊഴിയെടുക്കാൻ എത്തും എന്നുള്ള അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.